ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ കൃപയും സമാധാനം ആശംസിക്കുന്നു. ഉണ്ണീശോയുടെ മുഖത്തെ ശാന്തത നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈശോയുടെ പിറവി തിരുനാളിന് ഒരുക്കമായിട്ടുള്ള 15ാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പരിശുദ്ധ കുർബാന അർപ്പണത്തോടും നോമ്പിന്റെ ചൈതന്യത്തോടും ഹൃദയത്തിൽ നിരന്തരം മുഴങ്ങുന്ന സുഹൃത ജപത്തിന്റെയും അകമ്പടിയോടുകൂടെ നമ്മൾ 15ാം ദിനത്തിന്റെ ദൈവവചന വിചിന്തനത്തിലേക്ക് പ്രവേശിക്കുന്നു. എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി സംസാരിക്കുന്നതിനെയാണ് നമ്മൾ ധ്യാനിച്ചത്. ഇന്ന് എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പരിശുദ്ധ അമ്മയെ പുകഴ്ത്തുമ്പോൾ പരിശുദ്ധ അമ്മയുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു എന്നാണ് ഗ്രഹിക്കാൻ പോകുന്നത്. ഈ കാലഘട്ടത്തിൽ ഒട്ടനേകം ചെറുപ്പക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും തന്നെ ചില ചെറുപ്പക്കാർ ജപമാല ചൊല്ലാനായിട്ട് വലിയ മടി കാണിക്കുന്നതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. പലരും തന്നെ പറയുന്നത്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹീത, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം എന്നുള്ള രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ മറിയത്തെ പുകഴ്ത്തുന്നു. അതിലുപരി എന്തുകൊണ്ട് പരമപരിശുദ്ധ ത്രിത്വൈക ദൈവത്തിന് പുകഴ്ത്തൽ ആരാധന കൊടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല? ആ രീതിയിൽ സംസാരിക്കുന്നവരുണ്ട്. എന്തിന് നമ്മൾ ഈ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന തന്നെ ഉരുവിടണം? ഇത് ഉരുവിടുമ്പോഴത്തേന് പരിശുദ്ധ അമ്മ എന്താണ് ചെയ്യുന്നത്? ഈ കാര്യങ്ങൾ ഗ്രഹിക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു സംസാരിക്കുന്നു, നീ സ്ത്രീകളിൽ അനുഗ്രഹീത, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. ഇത് കേട്ടപാടെ പരിശുദ്ധ അമ്മയുടെ അധരത്തിലൂടെ പുറപ്പെടുന്ന പ്രയോഗം എങ്ങനെയാണ്? എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ലൂക്ക 1:46 വചനം. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അതായത് പരിശുദ്ധ അമ്മയെ നമ്മൾ ഈ രീതിയിൽ വണങ്ങുമ്പോൾ അമ്മ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ആ രീതിയിലുള്ള വണങ്ങൽ അമ്മയുടെ കാതുകളിൽ പതിച്ച പാടെ അമ്മ ഉടനെ തന്നെ പരിശുദ്ധ ത്രിത്വത്തിന് ആരാധന അർപ്പിക്കുന്നു. നമ്മൾ ഇവിടെ ഇരുന്ന നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാകുന്നു, നിന്റെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹീതം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ അത് കേട്ടപാടെ പരിശുദ്ധ ത്രിത്വത്തിന് ആരാധന അർപ്പിക്കുക. അതുകൊണ്ട് ഒരിക്കലും തന്നെ നമ്മൾ മടിക്കേണ്ടതില്ല ഈ പ്രാർത്ഥന ഉരുവിടാന്. ജപമാല ചൊല്ലാൻ ഒരിക്കലും മടിക്കേണ്ടതില്ല. ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ ഭവനത്തിൽ അഭിമന്യ മെത്രാപ്പോലീത്ത തറയിൽ പിതാവ് എത്തുന്നു. ഒരു ഡിന്നർ നിങ്ങളോടൊപ്പം അഭിമന്യ പിതാവ് ഭക്ഷിക്കുന്നു എന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ടും നിങ്ങൾ വീട്ടിലെ ഏറ്റവും നല്ല പാത്രം ഏത് എന്ന് തെരഞ്ഞെടുക്കും. നമ്മൾ കഴിക്കുന്ന പാത്രത്തിൽ അഭിമന്യ പിതാവിന് കൊടുക്കാനായിട്ട് നമ്മൾ മടിക്കും. ഏറ്റവും നല്ല പാത്രം ഏതാ വീട്ടില്? ഈ വീട്ടിൽ അത്രയും സുന്ദരമായ ഈ പാത്രം ഇല്ല എങ്കിൽ നമ്മൾ ഇത് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് നല്ലൊരു പാത്രം മേടിക്കുക തന്നെ ചെയ്യും. ആ പാത്രത്തിൽ, ഏറ്റവും നല്ല പാത്രത്തിൽ അഭിമന്യ പിതാവിന് വിളമ്പുകയും ചെയ്യും. ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക പ്രിയപ്പെട്ടവരെ, നമ്മൾ കുറവുള്ളവരാണ്, കറയുള്ളവരാണ്. പരമപരിശുദ്ധ ത്രിത്വൈക ദൈവത്തിന് പൂർണ്ണമായ ഒരു ആരാധന കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരുമാണ്. എന്നാൽ കറയുള്ളവരാണ്. ആ സമയത്ത് പൂർണ്ണതയുള്ളവളായ പരിശുദ്ധ അമ്മയെ നമ്മൾ കൂട്ടുപിടിക്കുക. അമ്മയാകുന്ന പാത്രത്തിലൂടെ, ആത്മശരീര വിശുദ്ധിയിൽ ജീവിച്ച അമ്മയാകുന്ന പാത്രത്തിലൂടെ നമ്മൾ പരമപരിശുദ്ധ ത്രിത്വൈക ദൈവത്തിന് ഒരു പൂർണ്ണമായ ആരാധന കൊടുക്കാനായിട്ട് പരിശ്രമിക്കുകയാണ് ഈ ജപമാല ചൊല്ലുമ്പോൾ. അതുകൊണ്ട് ഒരിക്കലും മടിക്കേണ്ടതില്ല. നമുക്ക് വിശ്വാസത്തോടെ, പ്രത്യാശയോടെ പരിശുദ്ധ മറിയത്തെ പുകഴ്ത്താം. ആ പുകഴ്ത്തൽ കേട്ടപാടെ അമ്മ സ്വയം ഉയരാനായിട്ട് ശ്രമിക്കുകയല്ല ചെയ്യുന്നത്. ആ പുകഴ്ത്തൽ കേട്ടപാടെ അമ്മ പരമപരിശുദ്ധ ത്രിത്വൈക ദൈവത്തിന് ആരാധന കൊടുക്കുക. നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കുക, ഒന്ന് തിരിഞ്ഞു നോക്കുക. ആരെങ്കിലും നമ്മളെ പുകഴ്ത്തുമ്പോ, ഒരു വിവാഹ വിരുന്നിന്റെ പേരിലാകാം, കൊച്ചിന്റെ കല്യാണം ഏറ്റവും ഭംഗിയായിട്ട് ക്രമീകരിച്ചു കേട്ടോ, നല്ലതായിട്ടെല്ലാം ഭവിച്ചു, നിങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് ക്രമീകരിച്ചു കേട്ടോ. അതല്ല എങ്കിൽ ഒരു നല്ല പെർഫോമൻസ് നടത്തിയതിന്റെ പശ്ചാത്തലത്തിൽ ആരെങ്കിലും നമ്മളെ അഭിനന്ദിക്കുകയാണ്, പുകഴ്ത്തുകയാണ് എന്ന് വിചാരിക്കുക. എന്തായിരിക്കും നമ്മുടെ അടുത്ത റെസ്പോൺസ്? നമ്മുടെ അടുത്ത റെസ്പോൺസ് ഇതായിരിക്കണം: പരിശുദ്ധ അമ്മ ചെയ്തതുപോലെ പരിശുദ്ധ ത്രിത്വത്തിന് മഹത്വം കൊടുക്കണം. ആരെങ്കിലും നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ, ഉടനെ തന്നെ അതിനെ പ്രതി പരിശുദ്ധ ത്രിത്വത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് പരിണമിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ഉണ്ണീശോയുടെ മുഖത്തെ ശാന്തത നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കണ്ണുകളടയ്ക്കാം. കുളിരാൻ വരയ്ക്കുന്ന ഉണ്ണീശോയെ, അങ്ങേ ഞാൻ മുത്തുന്നു, അങ്ങേ ഞാൻ തഴുകുന്നു, അങ്ങ് എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ.